നമസ്കാരം. മലയാളി വാർത്തയാണ്. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് ഒരു കൊല്ലം മുമ്പേ പാർട്ടി നേതാവായിരുന്ന കാലത്തെ ഞാൻ പറഞ്ഞിരുന്നു, സതീശൻ ഭരണത്തിൽ കയറിയ പിണറായിയുടെ ഒരു തുടർച്ചയായിരിക്കും വരുന്നത്, പിണറായിയേക്കാളും മോശമായിരിക്കും. ഇപ്പോൾ ഭരണത്തിൻ്റെ പിടിപ്പുകേട് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭരിക്കാൻ കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും. ഇപ്പോൾ പിണറായിയുടെ തന്നെ ചീഫ് സെക്രട്ടറിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറിയെ നിയന്ത്രിക്കുന്നവരെ KM അബ്രഹാം. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചത് ശബരിമല കൊള്ളക്കേസിൻ്റെ. ശബരിമല കൊള്ളക്കേസിലെ മുഖ്യപ്രതിയായ വ്യവസായി ഈ സ്വർണം വാതിൽ നിന്ന് ഒരുക്കി മാറ്റി വ്യവസായിക്ക് വേണ്ടി വാദിച്ചയാളെ പ്രോസിക്യൂട്ടറാക്കി. ലോകത്താരയിൽ ചെയ്ത് മനഃപൂർവ്വം, അല്ലെങ്കിൽ ഇവൻ വെറും പൊട്ടൻ ചെങ്ങാലി എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞത്. തനി പൊട്ടനാണ്. ബുദ്ധിയും ഇന്റലിജൻസും അല്ല ഒരു പൊട്ടന്റെ ഇത് അളക്കുന്നത്. പൊട്ടത്തരങ്ങൾ, വെടിത്തരങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഒരുത്തരം പൊട്ടൻ എന്ന് പറയുന്നത്. ഇപ്പൊ രാജനാരായണ സ്വാമി ഏറ്റവും വലിയ ഇന്റലിജന്റ് ആണ്, ഓർമ്മശക്തി ഉള്ളവരാണ്, IAS റാങ്ക്, SLC റാങ്ക് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഭരണത്തില് പൊട്ടപ്പൊളിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാസർഗോഡ് 2 യൂത്ത് കോൺഗ്രസ് പിള്ളേരെ കൊന്നവർക്ക് വേണ്ടിയിട്ട്, പ്രതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് വക്കീലന്മാരെ ഡൽഹി വെച്ചതിനെ കുറ്റം പറഞ്ഞ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ പ്രതിയായിട്ടിരിക്കുന്നയാളുടെ വക്കീലിനെ പിടിച്ച് വാദിക്ക് വേണ്ടി വാദിക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പിണറായി ചെയ്തതിനേക്കാളും ഒട്ടും നല്ല കാര്യമല്ല. അതിൽ രമേശ് ചെന്നിത്തല ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്ത് കയറിയ ഉടനെ ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞ റിട്ടയർഡ് DGPയെ പിടിച്ച് ഉപദേഷ്ടാവാക്കി. അതുപോലെ സതീശൻ ചെയ്യേണ്ടിയിരുന്ന നല്ലൊരു ഉപദേഷ്ടാവിനെയായിരുന്നു, അതായത് VS സുധീരനെ പോലെയുള്ള രാഷ്ട്രീയ പിടിപാടുള്ള ആളെയായിരുന്നു വെക്കേണ്ടിയിരുന്നത്. ഇത് ശബരിനാഥിനെ വെച്ചു. ശബരിനാഥ് ഇപ്പം പിണറായി വിജയൻ്റെ ഓമനപുത്രിയായിരുന്ന ദിവ്യ S അയ്യരുടെ ഭർത്താവാണ്. അപ്പോൾ പിണറായി വിജയൻ തന്നെ ആ ചാനലിലൂടെ, അയ്യരിലൂടെ ശബരിനാഥിനെ ഉപയോഗിച്ചായിരിക്കണം ഈ വക്കീലിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ. ഇങ്ങനെയാണ് ഈ അധികാരത്തിൻ്റെ ദല്ലാളന്മാർ പ്രവർത്തിക്കുന്നത്. അത് അധികാരത്തിലിരിക്കാത്ത സതീശന് യാതൊരു പിടിയും കിട്ടത്തില്ല. ഉപദേശം വരുന്നത് ചിലപ്പോൾ ശബരിനാഥിൽ നിന്നായിരിക്കും. ശബരിനാഥ് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളത് അന്വേഷിച്ച് പോകാനുള്ള ബുദ്ധിശക്തി, കൂർമ്മബുദ്ധി ഇയാൾക്കില്ല, സതീശനില്ല. നന്ദി, നമസ്കാരം.